സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അതേപോലെ നമ്മൾ കുറച്ച് ദിവസത്തിന് ശേഷം വട്ടന്മാരെയും കിളി പോയതിനെ എല്ലാത്തിനെയും പിടിച്ച് ഇന്ന് റോസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അതേപോലെ നമ്മളൊക്കെ കാത്തിരുന്ന ആ നിമിഷം വന്നിരിക്കുന്നു. അതെ, ബിഗ് ബോസ് ഈസ് ബാക്ക്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡ് ഇന്നലെ ലോഞ്ച് ചെയ്യുകയുണ്ടായി. പക്ഷേ അതിൻ്റെ അവസാന നിമിഷം സംഭവിച്ചത് നമ്മളെ കൊണ്ടൊന്ന് ചിന്തിക്കാൻ പറ്റാത്ത ദുരന്തമാണ്. അതിലേക്കൊക്കെ നമുക്ക് വരാം. അതിനു മുമ്പ് എന്നെ തെറി വിളിച്ച് കമന്റ് അയക്കാതിരിക്കുന്നവർ ആ ചിന്തയൊക്കെ മനസ്സിൽ നിന്ന് കളയും. സബ്സ്ക്രൈബിൽ ഞെക്കു, ബെല്ലിൽ ഞെക്കു, ലൈക്ക് ചെയ്യൂ. വീഡിയോയിലോട്ട് പോവാം. അതിന് നിനക്കെന്ത്? ഞാൻ രേണുവിന്റെ വീഡിയോ ഇടുന്നതിൽ നിനക്കെന്തടാ? നീ ആരടാ അത് ചോദിക്കേ? എടാ മൊണ്ണേ, രേണുവിന്റെ വീഡിയോ ഇട്ടതിനല്ലടാ മൊണ്ണേ ഞാൻ നിനക്ക് റിയാക്ട് ചെയ്ത്. എടാ മൊണ്ണേ, നീ ഏതാണ്? നിനക്ക് ഒക്കുന്ന മടിക്കാൻ രേണുസുധിയുടെ കൂടെ അങ്ങനെ പോവാൻ നോക്കണം. ഈ റോസ്റ്റിംഗ് ഒന്നും നിനക്ക് പറഞ്ഞിട്ടുള്ള പണിയല്ല. അണ്ണൻ തന്നെ വായി തോന്നുന്ന എല്ലാം വിവരക്കേടും അങ്ങ് വിളിച്ചു പറയാം. എന്നിട്ട് അണ്ണൻ തന്നെ ചിരിക്കുന്ന ഒരു എഫക്റ്റും കൂടെ എടുത്തിടുമ്പോഴേക്ക് വീഡിയോ അങ്ങ് ഭയങ്കര കോമഡി ആയില്ലയോ? മൊണ്ണേ, രേണുവിന്റെ വീഡിയോ ഇട്ടതിനല്ലടാ മൊണ്ണേ ഞാൻ നിനക്ക് റിയാക്ട് ചെയ്ത്. എടാ മൊണ്ണേ, നീ രേണുവിന്റെ വീഡിയോ നീ ചെയ്യണെങ്കിൽ നീ രേണുവിന്റെ തമ്മിൽ മൊണ്ണേ ഞാൻ നിനക്ക് റിയാക്ട് ചെയ്ത്. എടാ മൊണ്ണേ, നീ രേണുവിന്റെ വീഡിയോ നീ ചെയ്യണെങ്കിൽ പക്ഷെ കണ്ടന്റ് ഒന്നും തന്നെ പെങ്ങളെ അതില് തൊട്ടപ്പം പ്രതീക്ഷയായിട്ടായി ഇറങ്ങി, അത്രേ ഉള്ളൂ. സത്യം പറഞ്ഞ ഈ രേണുസുതി എന്തെങ്കിലും പറയുമ്പോൾ ഇവനെ കൊള്ളാൻ എന്തുവാ? ഇവനെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ട്? രേണുസുതിയെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് കൊള്ളു. പുള്ളിക്കാരി എന്തോ പറഞ്ഞാലും പുള്ളിക്കാരിക്ക് കുഴപ്പമില്ല, ഇവനെ എന്തോ പറഞ്ഞാലും ഇവനും കുഴപ്പമില്ല. പുള്ളിക്കാരിയെ പക്ഷെ പറയുന്ന ഇവൻ കേട്ട് കഴിഞ്ഞാൽ സീന. എല്ലാ ആൾക്കാർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു മൊണ്ണയെ കുറിച്ചാണ്. ഒരു മൊണ്ണയല്ല, പലമൊണ്ണ, മുമ്മൊണ്ണ എന്ന് പറയും. അങ്ങനത്തെ ഒരു ശവന്തീനി മൊണ്ണയാണ്. ശവന്തീനി പറഞ്ഞ വേറെ ഒന്നല്ല, ഈ പട്ടി എന്ന് പറഞ്ഞപ്പോ അണ്ണൻ അങ്ങോട്ട് കൊണ്ടു. കാരണം പട്ടി ഭയങ്കര നന്ദിയുള്ളതാണ്. എന്തോ ഒരു ചളികളാവേ അടിക്കുന്നേ. അവന്റെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മൊത്തം മൊണ്ണേ 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 മൊണ്ണ. ഈ ഒരു വാക്ക് മാത്രമല്ലാതെ അവൻ വേറെ അതിനകത്തൊന്നും പറയുന്നില്ല. അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി പുള്ളിക്കാരനങ്ങ് ചാലയിൽ നിർത്തൂല. ഇനി പുള്ളിക്കാരൻ്റെ വീട്ടിൽ അരി എങ്ങനെ വാങ്ങുമോ എന്തോ. തന്നെ ഇറങ്ങി പോടേ ഇറക്ക്. എന്തായാലും പ്രതീക്ഷയായിട്ടായി ഇപ്പൊ ഭയങ്കരമായിട്ട് ഡിപ്രഷനിൽ പോയിരിക്കുകയാണ്. അതിനുള്ള കാരണം ഉണ്ട്, നിങ്ങൾക്കൊക്കെ അറിയായിരിക്കും. നമുക്ക് അതിലോട്ട് വരാൻ അതിന് മുമ്പ് ബാക്കിയാക്കാം. ഓക്കെ, കാണാം. അടിപൊളി സംഭവം വരാനുണ്ട്. എല്ലാരും ഉണ്ട്. എന്റെ വീട്ടിലാണ്. സോ ഒരു അടിപൊളി ഒരു വെറൈറ്റി സാധനം വരുന്നുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്യാം. ഒരുപാട് തെളിവുകൾ കൂടിയുള്ള കാണാത്ത സംഭവങ്ങൾ. വെറൈറ്റി എന്തെന്ന് ഞാൻ പറയാം. ഇന്നലെ ബിഗ് ബോസ് 200 ഉണ്ടായി. അവസാനം ചെന്നത് രേണുസുതിയ. എന്തൊക്കെ ഡയലോഗ് അടിയായിരുന്നു രേണുസുതി ചേച്ചി ഇവിടെ കിടന്ന് അടിച്ചത്. എന്തിനേറെ പറയാം, ഒരാഴ്ച മുമ്പ് അങ്ങാണ്ട് ബിഗ് ബോസ് വിളിച്ചിട്ടില്ലെന്നും പറഞ്ഞ് വീഡിയോ എടുത്തത് മെനഞ്ഞാന്നായിട്ടത്. എന്നിട്ട് ഇന്നലെ നോക്കാൻ തന്നെ ബിഗ് ബോസിലും. എന്തായാലും നമ്മളെല്ലാവരും രേണുസുതി എല്ലാം 100% കിടിലുമായിട്ടാണ് പറ്റിച്ചേക്കുന്നത്. തലേ ദിവസം വരെ പറഞ്ഞുകൊണ്ടിരുന്ന ഫ്ലൈറ്റിൽ പോയെന്നൊക്കെ ആരാണ്ട് പറഞ്ഞ്, പക്ഷെ ഞാൻ ഇവിടെ നിൽപ്പുണ്ടെന്നും പറഞ്ഞ് വീഡിയോ ഇട്ട്. ഒരാഴ്ച മുമ്പ് എടുത്ത് വെച്ച വീഡിയോ തലേ ദിവസം പറഞ്ഞിടിപ്പിച്ചത്. അല്ലെങ്കിൽ പറയണോ എനിക്ക് ഇതിനെ കുറിച്ച് പറയാൻ താല്പര്യമില്ല, എൻ്റെ അടുത്ത് ചോദിക്കല്ലേ, അങ്ങനെ വല്ലതും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ഇത് വിളിച്ചാൽ പോവും, പക്ഷെ എന്നെ ഇതുവരെ വിളിച്ചിട്ടില്ല. അല്ലെ, ബിഗ് ബോസിന് വേണ്ടത് ഇങ്ങനത്തെ ആൾക്കാരെ റേറ്റിംഗ് വേണ്ടേ? എന്തായാലും നമുക്ക് കുറെ കണ്ടന്റിനുള്ള ഉണ്ട് കേട്ടോ. കാരണം ശാരിക ചേച്ചിയും പോയിട്ടുണ്ട്, രേണുസുതിയും ചെന്നിട്ടുണ്ട്. എന്തായാലും ഇവര് തമ്മിലുള്ള ഒരു വാർ എന്തായാലും കാണും. നമുക്ക് ബാക്കി കാണാം. ഓക്കെ, നെക്സ്റ്റ്. ഹായ്, നമസ്കാരം. നമസ്കാരം ചേച്ചി, നമസ്കാരം. ബാക്കി ഹായ്, നമസ്കാരം. ഞാൻ രേണുസുതിയാണ്. രേണുസുതി ഫ്ലവർ അല്ലടാ, ഫയർ ആടാ, താഴില്ലടാ. നമുക്കൊക്കെ അറിയാം ചേച്ചി ഫ്ലവർ അല്ല, ഫയർ ആണെന്ന്. സത്യം പറഞ്ഞാൽ ഈ തൊലിക്കട്ടിയൊക്കെ എനിക്ക് കിട്ടിയതെങ്കിൽ ഞാൻ ആരായാലും സെന്റിമെന്റ്സ് വിറ്റ് കാശാക്കാനുള്ള ഒരു മൈൻഡും പിന്നെ വിവരക്കേട് കാണിക്കാനുള്ള ഒരു മൈൻഡ്, ഈ 2 മൈൻഡ് ഉണ്ടെങ്കിൽ നമ്മളും വൈറലാവും. എന്തായാലും ചേച്ചി ഈ 2 സാധനങ്ങൾ വിറ്റ് മാത്രം ബിഗ് ബോസിൽ കയറി പറ്റി. അത് ബിഗ് ഒരു സല്യൂട്ട്. ഇനിയിപ്പോൾ ചേച്ചിയുടെ നോട്ടം മൊത്തം എങ്ങനെ സ്ക്രീനിൽ സ്പേസ് പിടിക്കാനായിരിക്കും. അതിന് ചേച്ചി എന്ത് വേണമെങ്കിലും അവിടെ നിന്ന് കാണിക്കും. കാണാം, നമുക്ക് വഴിയെ കാണാമല്ലോ. ഇനി ബിഗ് ബോസ് കിടക്കൂല്ലോ 100 ദിവസം. നിങ്ങളൊക്കെ കാത്തിരുന്ന അസുലഭ നിമിഷം ഇല്ലേ അത്? അമ്മച്ചിമാരൊക്കെ എണ്ണിച്ചത് കൈയടിച്ചാണ് രേണുസുതിയുടെ എൻട്രി കണ്ടപ്പോൾ. എന്തായാലും ഡാൻസ് ഒക്കെ കൊള്ളാം. പക്ഷെ ഇനി അങ്ങോട്ടുള്ള ഷോ ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കണ്ടുതരണം. പക്ഷെ ചേച്ചി ഒരു തെറ്റ് ചെയ്ത്. ചേച്ചി നിങ്ങളുടെ ഏട്ടായി ഒറ്റയ്ക്കാക്കിയിട്ട് പോയില്ലയോ? നീ ഏട്ടായി എവിടെ പോയി അഭിനയിക്കുകയോ എന്തോ. ചേച്ചി പോയ ആ ഒറ്റ കാരണത്തിൽ ഏട്ടായി ഇപ്പൊ ഇവിടെ ഡിപ്രഷൻ അടിച്ച് നടക്കുക. ആരും വിളിക്കുന്നില്ല. ചേച്ചി എന്നാലും കാണിച്ചൊരു തെറ്റാ. രേണുസുതി ഇല്ലാതെ പ്രതീക്ഷയായിട്ടായി ഉണ്ടോ? ഇല്ല. ഇനി 100 ദിവസത്തേക്ക് YouTube കിടന്നങ്ങ് വിളയാട്ടമായിരിക്കും. YouTube പ്രതീക്ഷ, ബിഗ് ബോസ് രേണുസുതി ഇനി കാശൊക്കെ വാങ്ങിച്ച് അങ്ങ് സെറ്റിലാവും. പുള്ളിക്കാരൻ ഇവിടെ കിടക്കുകയും ചെയ്യും. ഇനി പുള്ളിക്കാരനെ കാര്യം വിളിക്കുമോ എന്തോ. എന്തായാലും കുഴപ്പമില്ല പ്രതീക്ഷ ഏട്ടാ.
ചേട്ടനെ റോസ്റ്റിംഗ് ചെയ്ത് ജീവിക്കാം. ഒരു മൊണ്ണയെ കുറിച്ചാണ്. ഒരു മൊണ്ണയല്ല, പലമൊണ്ണ, മുമ്മൊണ്ണ എന്ന് പറയും. അതിലൊരു മൊണ്ണ നീ. എന്തായാലും നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു രേണുസുതി എന്നോണ്ട് ബിഗ് ബോസിന്റെ റേറ്റിംഗ് കൂടുമോ? മുടങ്ങാതെ കാണുക. ഒരാളുടെ പേര് പോലും അറിയാണ്ടാണോടാ നീയൊക്കെ റിയാക്ഷൻ ചെയ്യുന്നത്? നീയൊക്കെ ഒരു വീഡിയോ എടുക്കുന്നത് അറ്റ്ലീസ്റ്റ് ഒരാളുടെ പേരറിയാണ്ടാണ്. ഇവൻ എന്താ പോലും ഉദ്ദേശിച്ചത്? നിങ്ങൾ ചിന്തിച്ചൂടെ? വെറും റീച്ച്. പിന്നെ നീ വീഡിയോ ഇടുന്ന എന്തിനാ? തെങ്ങിനകത്ത് തേങ്ങ വലിക്കാനോ? എന്താടാ നിനക്ക്? നീ എന്തൊരു ലോജിക്കില്ലാത്ത കാര്യങ്ങളാ പുള്ളിക്കാരൻ മൊത്തം പറയുന്നേ. പുള്ളിക്കാരൻ പേരെന്തൊക്കെ കൊടുത്താലും റോസ്റ്റ് ചെയ്യുന്നത് നിന്നെ തന്നെ ഇല്ലയോ? എന്തായാലും നിങ്ങൾ നോക്കിക്കോ, ഇനി രേണുസുതി അതിനകത്ത് ഇന്ന് ഡിപ്രഷൻ അടിക്കുകയും ചെയ്യും, പുള്ളിക്കാരനെ പാതിക്കിച്ച് കയറ്റി വിടുകയും ചെയ്യും. കയറ്റി വിട്ടില്ലെങ്കിൽ പുള്ളിക്കാരൻ കൈക്കൂലി എണ്ണി കൊടുത്താലും അതിനകത്ത് കയറിയിരിക്കും. പിന്നെ അങ്ങോട്ട് സംഭവിക്കാൻ പോകുന്ന കഴിഞ്ഞ സീസണിൽ ജാസ്മിനും ഗബ്രിയും ആയിരുന്നെങ്കിൽ ഈ സീസണിൽ പ്രതീക്ഷ രേണുസുതിയാ. നോക്കിക്കോ നിങ്ങൾ. എന്തായാലും പുള്ളിക്കാരൻ ഇനി യൂട്യൂബിൽ സജീവമായിരിക്കും. കാരണം സിനിമയ്ക്കൊക്കെ വിളിക്കണമെങ്കിൽ രേണുസുതിയും കൂടെ വേണ്ടേ. എന്തായാലും ഇനിയിപ്പോൾ 100 ദിവസത്തേക്ക് ഉള്ള മിച്ചറൊക്കെ സ്റ്റോക്കാക്കി പ്രതീക്ഷേട്ടൻ വീട്ടിൽ വെച്ചോ. ഇനിയിപ്പം വീട്ടിൽ ഇരിക്കാനേ പറ്റത്തുള്ളൂ. കാരണം രേണുസുതി ഇല്ലാതെ പ്രതീക്ഷേട്ടായി ആരെങ്കിലും വിളിക്കുമോ സിനിമ റോള് കൊടുക്കാൻ? കഷ്ടം. എന്തായാലും രേണുസുതി അതിനകത്ത് വരുന്ന എന്തൊക്കെ കോപ്രായം കാണിക്കുന്നു അതൊക്കെ നമുക്ക് വീഡിയോ ആയിട്ട് ഇടാം. എന്തായാലും പ്രതീക്ഷേട്ടനെ ഇന്ന് പിടിച്ചെന്ന് പറയുമ്പോൾ പ്രതീക്ഷേട്ടൻ വീട്ടിൽ ഡാഷ് പോയ അണ്ണാൻ്റെ വിട്ട് കുത്തിയിരിക്കുമോ, ഓരോന്ന് വിവരക്കേടെല്ലാം വിളിച്ചു പറഞ്ഞ് വീഡിയോ ആയിട്ട് ഇടുമോ, എന്തോ ഒരു ഇതില്ല. പിച്ചും പേയൊക്കെ പറയുന്നു കേട്ടോ ഇപ്പോൾ വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരനെ ഇന്ന് റോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ കൊച്ചു വീഡിയോ ആണ്. നാളെ ബിഗ് ബോസിൻ്റെ വീഡിയോ വരുന്നതായിരിക്കും. രേണുസുതി കാണിക്കുന്ന കോപ്രായങ്ങൾക്കൊക്കെ നമുക്ക് കൊടുക്കാം. വീഡിയോ ലൈക്ക് ചെയ്തേരെ, സബ്സ്ക്രൈബ് ചെയ്യണേ. കഷ്ടമുണ്ട് 10K ആവാറായിട്ടുണ്ട്. ബെല്ലും എനേബിൾ ചെയ്തേരെ. അടുത്ത വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.